നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കണോ? നിങ്ങൾ ഇപ്പോൾ തീരുമാനം എടുക്കൂ. നിങ്ങളുടെ എന്താഗ്രഹവും നടക്കും. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഇപ്പോൾ തന്നെ താങ്ക് യു യൂണിവേഴ്സ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരുപാട് പേര് പറയാറുണ്ട് ഈ ആഗ്രഹങ്ങൾ, ഈ ടെക്നിക്കുകളെല്ലാം ഞങ്ങൾ നോക്കി സാർ, ഇതൊന്നും ഫലവത്താവുന്നില്ല, നടക്കുന്നില്ലെന്ന്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പോൾ പലപ്പോഴും പറയുന്നൊരു കാര്യം, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലെന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരു വശത്തുണ്ട്. ഇന്നതൊക്കെ നടക്കണം, എൻ്റെ ബാധയിൽ നിന്ന് മോചനം കിട്ടണം എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പേടിയാണ്, ഭയമാണ്. നാളെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഭയമാണെങ്കിൽ നിങ്ങളുടെ ആ ഇമോഷനാണ് വർക്ക് ചെയ്യുള്ളൂ. നിങ്ങളുടെ മനസ്സിന്, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻ വീഡിയോയിലൊക്കെ, നിങ്ങളുടെ ഉപബോധ മനസ്സിന് തമാശ ഏതാണ് കാര്യം ഏതാണ് തിരിച്ചറിയാനുള്ള ശേഷിയില്ല. പക്ഷേ നിങ്ങളുടെ ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് പവർ സോഴ്സാണ്. ഇലോൺ മസ്കിൻ്റെയും നിങ്ങളുടെയൊക്കെ ഉപബോധ മനസ്സ്, എൻ്റെയും നിങ്ങളുടെ എല്ലാവരും ഉപബോധ മനസ്സിന് ഒരേ ശക്തി തന്നെയുണ്ട്. ഇവരതിനെ മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ഈ ലോകത്ത് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എന്ത് ബാധ്യത ആയിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളാവട്ടെ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ട് കിട്ടാനുള്ള കാര്യങ്ങളാവട്ടെ, എന്തും നിങ്ങൾക്ക് സാധ്യമാണ്. ഇത് വെറുതെ അങ്ങോട്ട് പറയുകയല്ല, അല്ലെങ്കിൽ ഒരു കെട്ടുകഥ പറയുന്ന പോലെ പറയുകയല്ല. ഞാൻ കൃത്യമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു വന്നിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല എൻ്റെ കമ്മ്യൂണിറ്റിയിൽ, എൻ്റെ കൂടെ വന്നിട്ടുള്ള മെമ്പേഴ്സിന് കോടികളുടെ ബാധ്യതകൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളുണ്ട്. കോടികളുടെ ബാധ്യതകൾ. അവർ പറയുന്ന സാർ ഇത് എന്തൊരു മാജിക്കാണെന്നാണ് ചോദിക്കുന്നത്. കാരണം അവർക്ക് ആ പണം അടയ്ക്കേണ്ട സമയത്ത് പല വഴിക്കായിട്ട് അവരിലേക്ക് ആ പണം, പല വ്യക്തികളായിട്ടും സാഹചര്യങ്ങളായിട്ടും അവരിലേക്ക് ആ പണം വന്നു ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ആ കടം വീട്ടാൻ, അവരുടെ ബില്ലുകൾ അടച്ചു തീർക്കാൻ കൃത്യമായ സമയത്ത് അത് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു മാജിക്കല്ല, സയൻസാണ്. നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിരന്തരം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. അതായത് നമ്മുടെ മനസ്സിൽ സ്ഥിരമായിട്ടൊരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, എന്ത് കാര്യമാണെങ്കിലും സ്ഥിരമായിട്ട് നിരന്തരം ആഗ്രഹിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, അത് ഭാവനയിൽ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അതൊരു ചിത്രമായിട്ട് രൂപപ്പെടുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് ഒരു ഭയവും ഇല്ല, ഒരു സംശയവുമില്ല. അത് നടന്നു കഴിഞ്ഞാൽ ഫീലിങ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് നിങ്ങൾക്ക് ഒരു ഹാബിറ്റായിട്ട് മാറുന്നത്. അതായത് ഒരു 21 ദിവസം മിനിമം എടുക്കും നിങ്ങളുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്ത് വേസ് ഫോം ചെയ്യപ്പെടാനായിട്ട്. ഓക്കെ, ഇങ്ങനെ പുതിയ ന്യൂറൽ പാത്ത് വേസ് ഫോം ചെയ്യപ്പെടുമ്പോൾ ആണ് നിങ്ങൾക്കത് ഒരു ഹാബിറ്റായിട്ട് ഫോം ചെയ്യപ്പെടുന്നത്. അത് പെർമനൻറ്റ് ഹാബിറ്റ് ആവണമെങ്കിൽ 90 ദിവസമെങ്കിലും വേണം. ഓക്കെ, അപ്പോൾ നിരന്തരം നിങ്ങൾ മടുക്കാതെ നിങ്ങളുടെ ഗോളുകൾ, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, അത് നിങ്ങൾ ഡെയിലി നിങ്ങളൊരു ബുക്കിൽ എഴുതുക. അത് നടന്ന് കഴിഞ്ഞ ഫീലിങ്സിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇതിന് നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് വിശ്വസിക്കുന്നു, ഇത് സത്യമാണ്, അല്ലെങ്കിൽ ഇയാൾക്കൊരു വിന്നർ മൈൻഡാണുള്ളത്, വിന്നർ സിറ്റുവേഷനാണുള്ളത് എന്ന് മനസ്സിലാക്കി മനസ്സ് അത് യാഥാർത്ഥ്യമാക്കി തരാനുള്ള വഴികൾ ആ നിമിഷം മുതൽ നിങ്ങളിലേക്ക് അടുപ്പിച്ച് തരാനുള്ള പണി തുടങ്ങിയാണ് ചെയ്യുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള 100 കണക്കിന് മെമ്പേഴ്സും അനുഭവസ്ഥരാണ്. ഓക്കെ, അതിന് നിങ്ങൾക്ക് പല ടെക്നിക്കും ചെയ്തിട്ട് ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് ഇമോഷണലായിട്ടും ഇന്നർ ചൈൽഡ് ട്രോമയും അതുപോലെ നെഗറ്റീവ് ബ്ലോക്കുകളും തടസ്സമായിട്ടുണ്ട്. അതിന് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. ഈ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ കഴിവുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാനും പല വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അരുണിമ സിൻഹ എന്ന പെൺകുട്ടിയെ സംബന്ധിച്ച്, ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്ന അരുണിമ സിൻഹ, അവരുടെ കാല് റെയിൽവേ ട്രാക്കിൽ കിടന്ന് മറ്റു ട്രെയിൻ കയറിപ്പോയി ഒരു കാല് മുറിഞ്ഞു പോവുകയും ആ കിടന്ന കിടപ്പിൽ അവർക്ക് വേണമെങ്കിൽ തളർന്ന് ജീവിക്കാമായിരുന്നു. അവരുടെ ജീവിതം അവിടെ അവസാനിച്ചു എന്നുള്ള രീതിയിൽ അവർക്ക് വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു. പക്ഷേ അരുണിമ അതിന് തയ്യാറായിരുന്നില്ല. അവരുടെ കനത്ത ഇച്ഛാശക്തി, തീവ്രമായ ആഗ്രഹം, വെറുതെ ആഗ്രഹം മാത്രമല്ല കേട്ടോ, ആഗ്രഹം എന്ന് വിചാരിച്ചിട്ട് അവർ കണ്ണടച്ചിങ്ങനെ ശ്വാസം മുകളിലേക്കും താഴേക്കും വിട്ടുകൊണ്ടിരിക്കുകയല്ല ചെയ്തത്. ആ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അവർ പ്രയത്നിക്കാൻ, അവർ ആക്ഷൻ ടേക്കറായിട്ട് മാറി. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ മുറിഞ്ഞ പോയ കാല്, കൃത്രിമ കാല് വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്ന് 7 കൊടുമുടികൾ, അതായത് എവറസ്റ്റ് അടക്കം 7 കൊടുമുടികൾ അവർക്ക് കയറാൻ കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവർക്ക് എവിടുന്നാണ് ഈ ശക്തി കിട്ടിയത്, എവിടുന്നാണ് ഈ ഊർജം കിട്ടിയത്? എവറസ്റ്റൊക്കെ കയറാമെന്ന് പറഞ്ഞാൽ 2 കാലുള്ളവർക്ക് വരെ അസാധ്യമെന്ന് തോന്നുന്ന തരത്തിൽ അത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഒരു കാലില്ലാത്ത ഒരു വനിത അത് കയറുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഇത് എവിടെ നിന്നാണ് ഈ ഊർജ്ജം കിട്ടുന്നത്?
നിങ്ങളുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ കൊണ്ടാണ്, അതിൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങളിങ്ങനെ കരഞ്ഞും വിഷമിച്ചും സങ്കടപ്പെട്ടും ഞാൻ എന്ത് ചെയ്യും, പലരും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, സാർ 100 രൂപ പോലും എടുക്കാൻ കഴിയുന്നില്ല. ചില ആളുകൾ പറയും ഞാൻ 10-12 വർഷങ്ങളായിട്ട് ചില ബിസിനസ് ചെയ്യാനായിട്ട് ഇപ്പോൾ വരും എന്ന് വെച്ച് കാത്തിരിക്കുകയാണ്. എന്ന് വരുമെന്ന് വെച്ചാൽ കാത്തിരിക്കുന്നത് വെറുതെ ഒന്നും വരില്ല പ്രിയപ്പെട്ടവർ. അപ്പോൾ നിങ്ങൾക്ക് അത്തരം ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലോക്കുകളെല്ലാം മാറുകയും നിങ്ങളിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ്, അബണ്ടൻസ് വരിക തന്നെ ചെയ്യും. അത് ഞാൻ പറഞ്ഞ പോലെ മോളിൽ നിന്ന് ഇങ്ങനെ പെയ്തിറങ്ങുന്നതല്ല, നിങ്ങളിലേക്ക് കൃത്യമായ രീതിയിലൊരു ഗൈഡൻസ് കിട്ടും. നിങ്ങളിലേക്ക് പല വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് ആ കാര്യം നിങ്ങളുടെ യൂണിവേഴ്സ് അടുപ്പിച്ച് തരും എന്നുള്ളതാണ്. ഇതൊരു മിഥ്യാധാരണയല്ല, പ്രൂവനായിട്ടുള്ള കാര്യമാണ്. ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ള എല്ലാവരും അവരുടെ ബോധ മനസ്സിനെ ഉപയോഗിച്ചിട്ടാണ്, അതിൻ്റെ പവറിനെ ഉപയോഗിച്ചിട്ടാണ് അത് നേടിയിട്ടുള്ളത്. നിങ്ങൾക്കും സാധ്യമാണ്. അതായത് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇത് വെറുതെ ഒരു കഥ പറയുന്ന പോലെ പറയുന്നതല്ല പ്രിയപ്പെട്ടവർ. ഞാൻ ഇത്രയും ആവേശത്തോട് പറയുന്നത് എൻ്റെ ജീവിതത്തിലും ഞാൻ കടന്നു വന്ന വഴികളിലും ഇതേപോലെ ഞാനത് ഈ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് സാധിക്കാത്തത്, അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ, നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളിലാണ് നിങ്ങൾ നിൽക്കുന്നത്, റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തു നോക്കി പരാജയപ്പെട്ടാൽ നിൽക്കുന്നത് എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ ഞാനുമായിട്ടൊരു 1-to-1 സെഷൻ, അതായത് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. അതിലൂടെ നിങ്ങളുടെ ബ്ലോക്കുകൾ പൂർണ്ണമായിട്ട് നീക്കാനുള്ള സൊല്യൂഷൻ ഞാൻ തരും. നിങ്ങളെ വിജയിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ വിജയിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാം. ഞാൻ നിങ്ങളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ മാത്രം മതി. ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാകാൻ മാത്രം മതി. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ബാധ്യത ഉണ്ടെങ്കിൽ പോലും, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ കോടികൾ ബാധ്യതയുള്ള വ്യക്തികൾ വരെ ഉണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ ബാധ്യതകൾ കൃത്യമായിട്ട് അവർക്ക് അടച്ചു തീർക്കാനുള്ള വഴികൾ ഓപ്പൺ ചെയ്ത് കിട്ടുകയാണ്. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ യൂണിവേഴ്സായിട്ട് ഒന്ന് അലൈൻഡ് ആവണം. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും ഒരു താളമുണ്ട്, ഋതമുണ്ട്. ഈ പ്രകൃതിയിലും എല്ലാ കാര്യങ്ങൾക്കും ഒരു ഋതമുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സിന് മാത്രം ഈ ഋതം നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, അത് നമ്മളൊന്ന് അലൈൻഡ് ആക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു അലൈൻമെൻറ്റിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നിങ്ങളിലേക്ക് ഈ ബ്ലെസ്സിങ്സും ഈ ഓപ്പണിംഗ് എല്ലാം വന്നു ചേരുന്നത്. ധൈര്യമായിട്ടിരിക്കൂ, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യും, നമുക്ക് ഒരുമിച്ച് വിജയിക്കാമെന്നേ.